പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ, നിനക്ക് പ്രസാദമുള്ള ജീവിതത്തെ നിന്റെ ശക്തിയാൽ ഉദ്ധരിച്ച് കൂട്ടി വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യവചനം കേൾക്കാതെ വണ്ണം അടച്ചു കളഞ്ഞു വാഴുന്ന സാത്യാന വ്യാപാരത്തെ ആർക്കെല്ലാം അയച്ചിരിക്കുന്നവരിൽ നിന്ന് ഇടം ബുദ്ധിമണ്ഡലത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അഫലമാക്കുകയാണ്. കർത്താതി കർത്താവ്, നിന്റെ നാമം ഉയർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ കൂട്ടിവരുത്തിയ ജനത്തിനായ സ്തോത്രം. അവിടെ ആത്മീയ ചെവിയുടെ കർത്താവ് തുറക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സേറെ സുവിശേഷത്തിൻ്റെ പ്രകാശത്തിൽ ശോഭിക്കാതിരിക്കത്തക്കവണ്ണം അവിശ്വാസമായിട്ട് വ്യാപരിക്കുന്ന സാത്താന്യ വ്യാപാരത്തെ നിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഞാൻ അഫലമാക്കുകയാണ്. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായ നിന്റെ സാന്നിധ്യം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ സോളിൽ അനുഭവിച്ചറിയാൻ തക്കവണ്ണം ഞങ്ങളുടെ കൃപ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമേറെന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളെ, അവരുടെ പരിസരങ്ങളെ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിന്റെ പ്രായശ്ചിത്ത രക്തം ഇതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. മഹത്വം ക്രൂശിനെ കരയറ്റുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് വന്നിരുന്നത് ക്രിസ്തുവിൻ്റെ നീതി വിശ്വാസിക്ക് എങ്ങനെ കണക്കിടുന്നു എന്നൊരു വിഷയമാണ്. ഈ സബ്ജക്റ്റിൽ ഇതിപ്പോൾ 11th ഡേ ആണ്. നമ്മൾ എങ്ങനെ വിശ്വാസിക്ക് കണക്കിടുന്നതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് റോമൻസ് ചാപ്റ്റർ 4 നിന്ന് അബ്രാഹാമിൻ്റെ വിശ്വാസം എങ്ങനെയാണ്, അതെങ്ങനെ ദൈവനീതി കണക്കിട്ടു, അതിനുശേഷം ആ വിശ്വാസ നീതിക്ക് മുദ്രയായിട്ട് പരിച്ഛേദന എന്ന നിയമം അവർക്ക് കൊടുത്തു. സ്തോത്രം. ഇതെല്ലാം സ്തോത്രം അവൻ്റെ സന്തതികൾക്കെന്നല്ല സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് അത്ര പറഞ്ഞിരിക്കുന്നത് നമ്മൾ വ്യക്തമാക്കി. എന്നാൽ അബ്രാഹാം കേട്ട വിശ്വാസം എങ്ങനെ പ്രവൃത്തിയിൽ കൂടെ സ്തോത്രം അവനത് ചെയ്തെടുത്തു. അപ്പോൾ ആ വിശ്വാസം പ്രവൃത്തിയാൽ പൂർണ്ണമാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് റോമൻസ് ചാപ്റ്റർ 7 നിന്നും വേഴ്സ് 1 to 4 നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചു. അതായത് പൗലോസ് പറയുന്നത് സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. സ്തോത്രം. ന്യായപ്രമാണം അറിയുന്നവരുണ്ടല്ലോ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തെ ആചരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ മാരേജ് റിലേഷനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ വേറൊരു പുരുഷനായാൽ അവിടെ വ്യഭിചാരിണി എന്ന് പേർ വരും. അപ്പോൾ ഇവിടെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് അവർക്ക് കൊടുത്തിരുന്ന ന്യായപ്രമാണം. എന്നാൽ ജാതികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം റോമാലേഖനത്തിൽ തന്നെ മറ്റിടത്ത് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തിൽ അവർ ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൽ നാം നമ്മുടെ പ്രവൃത്തിയാൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായിട്ട് കാണുന്നു. നമ്മുടെ മനസ്സാക്ഷി തന്നെ വാദപ്രവാദങ്ങളിലൂടെ അതിന് സ്ഥിരീകരിക്കുന്നതായിട്ട് നമുക്കും അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എക്സംപ്റ്റഡ് അല്ല. പലരും ആ വാക്യം വെച്ചിട്ട് പറയുന്നത് ഇത് ജ്യൂസിനെ സംബന്ധിക്കുന്ന വിഷയമാണ്, നമ്മെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മളും അവിടെ പറയുന്നത് ന്യായപ്രമാണം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഡിവൈൻ ലോ എന്ന് കൺസിഡർ ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട്. അവർക്കത് ലിറ്ററലായിട്ട് എഴുതി കൊടുത്തു. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവരിലുള്ളതായിട്ടുള്ള സിന്നിനെ എക്സ്പോസ് ചെയ്യാൻ. സിന്നിൻ്റെ നേച്ചർ എന്താണ്? ന്യായപ്രമാണത്തോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തോട്, ദൈവത്തിൻ്റെ വചനത്തോട് മറുതലിക്കുന്നതാണ്, ദൈവത്തിൻ്റെ വചനത്തോട് കീഴ്പ്പെടാത്തതാണ്. നമ്മൾ ഇനിയും തുടർന്ന് അത് പഠിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ആ എക്സാമ്പിൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഭർത്താവാകുന്ന ലോ എപ്പോഴും ഈ ഭാര്യ തൻ്റെ സെൽഫോട് കൂടെ ലോയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തേക്കോ തൻ്റെ സെൽഫിൻ്റെ ഗ്രാറ്റിഫിക്കേഷന് അടുത്തു വരുമ്പോൾ ഡിവൈൻ ലോ വീണ്ടും വീണ്ടും വാണിംഗ് കൊടുക്കുന്നത് നീ നിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് വരുന്നത്. നിൻ്റെ സ്നേഹം പ്യുവറല്ല, ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് അല്ല. നിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന സെൽഫിനെ അതിൻ്റെ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയാണ് നീ എൻ്റെ അടുത്ത് വരുന്നത് എന്ന് പറഞ്ഞ് സ്ഥിരമായിട്ട് മരണവിധി വിധിച്ചുകൊണ്ടേയിരിക്കും. ഭാര്യ പല വിധത്തിലും പല പല പ്രവൃത്തിയിൽ കൂടെയും പല വിധത്തിലൊക്കെയും അടുക്കാൻ നോക്കുമ്പോൾ നോ അങ്ങനെ അവസാനം അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് കീഴ്പ്പെടുന്ന സമയത്ത്, മരണവിധിക്ക് കീഴ്പ്പെടുന്ന സമയത്താണ് ക്രിസ്തു വെളിപ്പെടുന്നത്. ക്രിസ്തു വെളിപ്പെട്ടിട്ട് താൻ ന്യായപ്രമാണത്തിൽ കീഴുള്ളവനായിട്ട്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിട്ട്, പൂർണ്ണ മനുഷ്യൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനായിട്ട്, മരണത്തോടെ ക്രൂശിലെ മരണത്തോടെ തന്നെ അനുസരണമുള്ളവനായി
അവൻ ന്യായപ്രമാണത്തെ അല്ലെങ്കിൽ ഡിവൈൻ ലോയെ മാഗ്നിഫൈ ചെയ്തു, മഹത്വീകരിച്ചു. എന്നിട്ട് ഭാര്യയായിരിക്കുന്ന മാനവജാതിയോട് പറയുന്നത്, ഡിവൈൻ ലോ നിന്റെ മേൽ വിധിച്ചിരിക്കുന്ന വിധി ന്യായമായത് തന്നെയാണ്. എറ്റേണൽ ഡെത്ത് ന്യായമായത് തന്നെയാണ്. നീ മരണയോഗ്യ തന്നെ. എന്നാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാനും ന്യായപ്രമാണത്തിൽ കീഴുള്ളവനായിരിക്കാൻ നിന്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിന് പോലെ തന്നെ ഞാനും ന്യായപ്രമാണത്തിൽ കീഴുള്ളവനായിരിക്കാൻ എനിക്ക് ന്യായപ്രമാണത്തെ നീക്കി കളഞ്ഞുകൊണ്ട് നിന്നെ രക്ഷിപ്പാൻ സാധ്യമല്ല. ന്യായപ്രമാണത്തെ ലഘൂകരിച്ചുകൊണ്ട് രക്ഷിപ്പാൻ സാധ്യമല്ല. ഡിവൈൻ ലോയ്ക്ക് അങ്ങനെ ഒരു പ്രിൻസിപ്പളില്ല. പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ നിനക്ക് പകരമായിട്ട് മരിച്ചുകൊള്ളാം. അങ്ങനെ മാനവജാതിയുടെ സകലരുടെയും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് അവൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവൻ്റെ പ്രാണനും ആത്മാവും സാം 18:3-6, അതുപോലെ തന്നെ സാം 16 സങ്കീർത്തനം 16:10 എബ്രായലേഖനം 5:7 ഇതിനൊക്കെ അടിസ്ഥാനമാക്കി അനേക വാക്യങ്ങൾ പിന്നീട് ഇവിടെ എല്ലാം വളരെ ഡയറക്റ്റായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അവൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി, ദുഷ്ടമനുഷ്യരുടെ ആത്മാവും പ്രാണനും പോകുന്നിടത്ത് പോയി മരണം അനുഭവിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കത്തക്കവണ്ണം ദൈവം ഈ മാനവജാതി മുഴുവനും നിത്യമായ മരണത്തിലേക്ക്, രണ്ടാം മരണത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമായിട്ട് കൈവിടുന്നതിന് പകരം തൻ്റെ പുത്രൻ അല്പസമയം കൈവിടപ്പെടുന്നത് നല്ലതെന്ന് കണ്ടതാണ് ക്രൂശിൻ്റെ സ്നേഹം. ആ ക്രൂശിൻ്റെ സ്നേഹത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് പറയാണ്, പരസ്യമായിട്ട് നിർത്തിക്കൊണ്ട് പറയാണ്, ഈ സ്നേഹത്തെ ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഹൃദയം തകർന്നുകൊണ്ട് ആർക്ക് യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ സാധിക്കും? ആർക്ക് നിൻ്റെ ഉള്ളിലെ പാപത്തെ വെറുത്ത് കളഞ്ഞുകൊണ്ട് നിൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധിക്കും? അങ്ങനെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള സൗജന്യമായ നീതീകരണം ദൈവം ഫ്രീ ഓഫർ തരികയാണ്. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. എന്നിട്ടാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കത്തക്കോണം, അല്ലാത്ത അവസ്ഥയിൽ നാം പാപത്തിനും കൂടെ മരണത്തിന് ഫലം കായ്ക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ദൈവത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം ഉയർത്തെഴുന്നേറ്റ വേറൊരുവന് ആകേണ്ടതിന് നാം ന്യായപ്രമാണം സംബന്ധിച്ചോളം ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്നു. ഇതാണ് നാം ചിന്തിച്ചത്. അപ്പോൾ മരിച്ചവൻ, അതെന്താണ്? പ്രാണന്റെ ഭർത്താവ്, ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് സകല മാനവജാതിക്ക് ഒരു ഓഫർ തരികയാണ്, ഞാൻ നിനക്ക് പകരമായിട്ട് മരിച്ചു. ഒന്നുകിൽ നിനക്ക് ഡിവൈൻ ലോ അനുസരിച്ചുകൊണ്ട് എന്നെ കൂടാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചോളൂ. ഇമ്പോസിബിൾ എന്ന് പരീശനായ, ന്യായപ്രമാണത്തിൽ കീഴ് ജനിച്ചവനായ, ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനായ, ഇസ്രായേൽ പൗരത്വമുള്ളവനായ പൗലോസ് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രയും ഞാൻ ചെയ്യുന്നത്, അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. പാപത്തെക്കുറിച്ച് നാം ഡിഫൈൻ ചെയ്തു. പാപം എങ്ങനെയാണ് ഓരോ വ്യക്തിയിൽ പ്രവേശിക്കുന്നത് മനസ്സിലായി. പാപം എങ്ങനെയാണ് ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് മനസ്സിലായി. ആ പാപം എങ്ങനെയാണ് ലോയെ വസൂലാക്കിക്കൊണ്ട് മരണം ഉളവാക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ മുമ്പിൽ ഒന്നുകിൽ നിനക്ക് ഏതെങ്കിലും പ്രവർത്തിക്കൊണ്ട് നീതീകരിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്ക്. പോള് പറയുന്നു ഇമ്പോസിബിൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. എന്നിട്ട് 8-ാം അധ്യായം പറയുന്നത്, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഇത് നമ്മുടെ മുമ്പിൽ പരസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഓഫർ തരികയാണ്, ഇഫ് യു വാണ്ട് ടു ലിവ്, ഞാൻ നിന്റെ സോളിൻ്റെ ഭർത്താവാകാം. രണ്ടിടത്തും അനുസരണം, പൂർണ്ണ അനുസരണം മസ്റ്റാണ്. ഒന്നുകിൽ നിനക്ക് ലോ അനുസരിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ ശ്രമിക്കുക, അല്ലെങ്കിൽ നീ എന്നെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഞാനുമായിട്ട് ഒബീഡിയൻ്റ് ആകുക. ഞാൻ ഡിവൈൻ ലോയ്ക്ക് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നത് കൊണ്ട് നിന്നെ ഞാൻ പൂർണ്ണ അനുസരണത്തിൽ തികഞ്ഞവളായിട്ട് പണിതെടുക്കാം. ഇതാണ് ക്രൈസ്റ്റ് എന്ന ആ ഡെഫിനിഷൻ്റെ നാമത്തിൻ്റെ ശരിയായ അർത്ഥം. അനോയിറ്റഡ് വൺ, അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ഇതാണ്. ദൈവം ഒരുക്കിയ ഫ്രീ ജസ്റ്റിഫിക്കേഷനെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പക്ഷത്തായിട്ട് ആമേ സ്തോത്രം, അവനുമായിട്ട് പൂർണ്ണ അനുസരണത്തിൽ തികഞ്ഞവനായി അവൻ്റെ വരവെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഏത് മൂമെൻറ്റിലും ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗാഡ്,
നീതീകരിക്കപ്പെട്ടവനായിട്ടാണ് സ്വർഗം കണക്കിടുന്നത്. പാപം ക്ഷമിച്ച് കിട്ടവരായിട്ടല്ല. യേശു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ ഡിവൈൻ ഗവൺമെൻറ് കണക്കിടുന്നത് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ്. അപ്പോൾ ക്രിസ്തുവിന് ഉള്ള ആ നീതിയും പൂർണ്ണമായിട്ടാണ് ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് കണക്കിടുന്നത്. ഇത് നമ്മുടെ പ്രാണൻ്റെ ഹസ്ബൻഡായിട്ടാണ് ക്രിസ്തു നമുക്കൊരു ഓഫർ തരുന്നത്. ആര് നമ്മുടെ പ്രാണൻ്റെ ഹസ്ബൻഡായിട്ട്, നമ്മുടെ രക്ഷിതാവായിട്ട്, നമ്മുടെ കർത്താവായിട്ട് സ്വീകരിക്കുന്നുവോ അവർക്കാണ് ഈ ക്രിസ്തുവിൻ്റെ നീതി നമുക്ക് ഫ്രീ ആയിട്ട് കണക്കിടുന്നത്. ഞാൻ ഈ വചനത്തിൽ കൂടെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പലവർക്കും മനസ്സിലാകുന്നില്ല. ഞാൻ ചെറിയൊരു നമ്മുടെ ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു കാര്യം പറയാം. ക്രിസ്ത്യൻഡത്തിലാണെങ്കിൽ വിവാഹം ചെയ്യുന്ന ഒരു സ്ത്രീ ക്രിസ്ത്യൻ ഗോളത്തിൽ വിവാഹ മോതിരം എക്സ്ചേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന, ഇനി യൂട്യൂബിൽ കാണുന്നവർക്ക് വേണ്ടി തന്നെ ഞാൻ പറയുകയാണ്, ക്രിസ്തീയ ഗോളത്തിലാണെങ്കിൽ വിവാഹ മോതിരം എക്സ്ചേഞ്ച് ചെയ്യും. ഹിന്ദുസത്തിലാണെങ്കിൽ ഒട്ടുമിക്കവാറും എല്ലാ ഗ്രൂപ്പുകളെയും തന്നെ സ്ത്രീകളാണെങ്കിൽ അവരുടെ നെറുകയിൽ കുങ്കുമം ചാർത്തും. അപ്പോൾ ആ സൈൻ കണ്ടാൽ അറിയുന്നത് എന്താ, ഈ സ്ത്രീ വിവാഹിതയാണ്. അല്ലെങ്കിൽ വെഡ്ഡിങ് റിങ് ഉള്ളതായിട്ടുള്ള ഒരു സ്ത്രീയെ കണ്ടാൽ എന്താ മനസ്സിലാക്കുന്നത്, അവൾ വിവാഹിതയാണ്. ആ വെഡ്ഡിങ് റിങ് അല്ല, പക്ഷേ എന്താണ്, ആ റിങ് ഒരു ഐഡൻറ്റിഫിക്കേഷനാണ്. അല്ലെങ്കിൽ നെറ്റിയിലെ കുങ്കുമം ഒരു ഐഡൻറ്റിഫിക്കേഷനാണ്. ഈ സ്ത്രീ വിവാഹിതയാണ്, ഒരു ഹസ്ബൻഡിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ റിങ്ങോ അല്ലെങ്കിൽ കുങ്കുമം ചാർത്തുന്നതല്ല, അല്ലെങ്കിൽ ആ സെറിമണി, അവർ വിവാഹത്തിന് വേണ്ടി നടത്തുന്ന സെറിമണിയല്ല, അതിക്ക് മുമ്പ് ഒരു കാര്യം നടന്നു. ഇവർ തമ്മിൽ വിവാഹ ബന്ധത്തിൽ കൂടെ ഒന്നായി തീരുമാനത്തൊക്കെ വേണം അവരുടെ ഹൃദയത്തെ മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ സിഗ്നിഫൈ ചെയ്യുന്നതാണ് ഈ വിവാഹ മോതിരം അല്ലെങ്കിൽ വെഡ്ഡിങ് റിങ്ങോ അല്ലെങ്കിൽ കുങ്കുമം ചാർത്തിക്കൊണ്ട് പരസ്യമാക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഹ്യൂമൻ ലാംഗ്വേജ് സംസാരിക്കുകയാണ്, വചനമല്ല പറയുന്നത്. വളരെ ലളിതമായ രീതിയിൽ ഞാൻ പറയുകയാണ്. ക്രിസ്ത്യൻഡത്തിൽ ഒരു സ്ത്രീ വിവാഹിതയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഒരു സൈനായിട്ട് വെഡ്ഡിങ് റിങ് എക്സ്ചേഞ്ച് ചെയ്യും. ഹിന്ദുസത്തിലാണെങ്കിൽ കുങ്കുമം ചാർത്തിക്കൊണ്ട് അതിൻ്റെ സൈനായിട്ട് ഡിസ്പ്ലേ ചെയ്യും. മുസ്ലിമിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതേപോലെ ക്രിസ്തുവിനെ പ്രാണനിൽ ഹസ്ബൻഡായി സ്വീകരിച്ചു. ഞാൻ ക്രിസ്തുവുമായിട്ട് എൻ്റെ പ്രാണന്റെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതാണ് പോള് 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 11 വേഴ്സ് 2 ഓൺവേർഡ്സ് പറയുന്നത്. നമുക്ക് ഒന്ന് ചിന്തിക്കാം. 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 11 വേഴ്സ് 2 ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ. ഇപ്പോൾ വിവാഹം നടന്നിട്ടില്ല, നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിക്കണം. ഒരു ശുശ്രൂഷകന്റെ ഉത്തരവാദിത്തമാണ്. ഈ ക്രിസ്തുവിൽ വിശ്വസിച്ച് വരുന്ന അല്ലെങ്കിൽ അവരുടെ പ്രാണന് മനസ്സിലായി ഞാൻ നരകയോഗ്യമാണ്, പാപത്തിന് ശിക്ഷയുണ്ട്, ഐ അക്സെപ്റ്റ് ക്രൈസ്റ്റ് ആസ് മൈ ലോർഡ് ആൻഡ് സേവിയർ. പിന്നത്തെ പരിപാടിയാണ് കർത്താവിന്റെ മുമ്പിൽ ദിനം പ്രതി നിർമ്മല കന്യകയായിട്ട്, കന്യക എന്ന വാക്കിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ, നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്യുന്നു. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ അതിനൊരു സൈനാണ്. അതിനാണ് വിവാഹത്തിൽ നടക്കുന്നത് ഒരു റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ കുങ്കുമം ചാർത്തുന്നത്. ഇതേപോലെ വിശ്വാസ ഗോളത്തിലുള്ളതായിട്ടുള്ള ഒരു സൈനെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഗോളത്തില് ഈ വിവാഹ നിശ്ചയം നടന്നാൽ ഒരു സൈനാണ്, ഫസ്റ്റ് സൈനാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പ്രാണന് നാം അതിന് മുമ്പ് പഠിച്ച എല്ലാ വിഷയങ്ങളും ഓർക്കുക. പാപം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്, പാപത്തിന്റെ ശമ്പളം എന്താണ്, നമ്മുടെ പാപം എന്താണ് നമ്മുടെ ഉള്ളിൽ നടത്തുന്നത്. നമ്മുടെ സ്പിരിറ്റിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ തേജസ് വസിക്കേണ്ട സ്ഥലത്ത് പാപം വസിച്ചുകൊണ്ട് നമ്മുടെ പ്രാണനിലെ 3 ഘടകങ്ങളെ, നമ്മുടെ മൈൻഡ്, നമ്മുടെ അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഇമോഷൻ, നമ്മുടെ ഫ്രീ വില്ലിനെ ക്യാപ്ചർ ചെയ്ത് അടിമപ്പെടുത്തി നമ്മുടെ ശരീരം കൊണ്ട് പാപപ്രവർത്തികൾ ചെയ്യിപ്പിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കണം. ഇതിനാണ് ഞാൻ ശരീരം, പ്രാണൻ, ആത്മാവൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ നമുക്ക് അതിന്റെ ശിക്ഷ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി
ആ ശിക്ഷ മനസ്സിലാക്കിയിട്ട് ആ പാപത്തിന് വരേണ്ട ശിക്ഷയാണ്, ഡിവൈൻ റാത്താണ്, ദൈവിക കോപമാണ് പുത്രന്റെ മേൽ കാണിച്ചത്. എങ്ങനെ? പാപം അറിയാത്തവനെ നാം അവനെ ദൈവത്തിന്റെ നീതിയാകേണ്ടത് പാപം ആക്കി. ആ പാപത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ക്രോധാഗ്നിയാണ് സ്വന്തം പുത്രന്റെ മേൽ കാണിച്ചുകൊണ്ട് ദൈവം പബ്ലിക്കായിട്ട് വെളിപ്പെടുത്തുന്നത്. നിന്നോട് ചോദിക്കാണ്, നിനക്ക് വേണമെങ്കിൽ, നിനക്ക് സ്വയമായിട്ട് ഡിവൈൻ ലോ അനുസരിക്കാൻ പറ്റുമെങ്കിൽ യു ട്രൈ. പോള് പറയുന്നു ഇമ്പോസിബിൾ, ഡിവൈൻ ഗവൺമെന്റ് പറഞ്ഞു ഇമ്പോസിബിൾ, ദൈവവചനം പറഞ്ഞു ഇമ്പോസിബിൾ. ഇത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മാനവജാതി പല 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 റിലീജിയൻസ് കൂടെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്രായശ്ചിത്തങ്ങള്, അറ്റോൺമെന്റുകൾ നടത്തുന്നത്, മനുഷ്യക്കുരുതി നടത്തുന്നത്, ആടിനെ യാഗം കഴിക്കുന്നു, മൃഗങ്ങളെ പല പല മൃഗങ്ങളെ യാഗം കഴിക്കുന്നു. പല പല വിധത്തിലും ദൈവത്തോട് അടുക്കാൻ വേണ്ടി മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാണ് ഇതെല്ലാം കടന്നു വന്നത്, ഇവിടെ മനുഷ്യക്കുരുതി വരെയും. എന്നാൽ ഡിവൈൻ ലോ, ദൈവം, ഏക സത്യ ദൈവം, മനുഷ്യൻ സൃഷ്ടിച്ചവനായ ദൈവം തന്റെ ഹിതത്തിലിരിക്കുന്ന പ്ലാൻ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഇതാ നിനക്ക് പകരമായി എന്റെ പുത്രന്റെ മേല് എന്റെ ക്രോധാഗ്നി ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഓപ്പൺ ടു എവരിവൺ. Either you can receive him as your Lord and Savior, or you can die eternal death. ഈ ശരീരത്തിലിരിക്കുമ്പോൾ മാത്രം സ്വീകരിക്കാവുന്ന ഒരേ ഒരു വഴിയുള്ളൂ, ദാറ്റ് ഈസ് ക്രൈസ്റ്റ് ജീസസ്. അപ്പൊ ഇങ്ങനെയാണ് ഈ മേളിൽ ചിത്രത്തെ കാണുന്നത് പോലെ ആമേൻ സ്തോത്രം, ഈ മാനവജാതിയുടെ മുഴുവനും പറയാണ്, once you receive, immediately Lord will join with Christ. അത് പരിശുദ്ധാത്മാവ് ചെയ്ത്, പരിശുദ്ധാത്മാവിന് മാത്രമേ ഈ ശബ്ദം കേൾക്കുമ്പോൾ ആരെയുള്ള ഹൃദയത്തില് ഈ പ്രവൃത്തി നടക്കുന്ന ഇമ്മീഡിയറ്റ്ലി, ആരും പറയേണ്ട കാര്യമില്ല. ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ലോകത്തിൽ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ടോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. റിയലി ഞാൻ പറയുകയാണ്, ലിറ്ററലായിട്ട് ഞാൻ പറയുകയാണ്. 1994 ഈ ലോകത്തിൽ പെന്തിക്കോസ്ത് വർഗം അല്ലെങ്കിൽ ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന ആരുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഐ വാസ് ടോട്ടലി ഡീപ്പ് ഇൻ ദ സയൻസ്. പക്ഷേ ഞാൻ ദൈവവചനമെടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ശക്തി എൻ്റെ സോളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നത് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നത്, എങ്ങനെയാണ് അവൻ്റെ റെച്ചഡ് അവസ്ഥ അവനെ മനസ്സിലാക്കി കൊടുക്കുന്നത്, അവൻ മരണയോഗ്യന എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് ക്രിസ്തുവിനെ ഹൃദയത്തിൽ പഴം സ്വീകരിക്കുന്നത്, അതിന് ഡിഫറൻസ് എന്താണ്, ഇതെല്ലാം ഞാൻ വ്യക്തമായിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ അനുഭവിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ തീരെ സ്ഥാപിക്കുക, മറ്റാളിത് കോപ്പി എടുക്കുകയല്ല. ചില മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ലോകത്തില് ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയുന്നത്. അതിനിടയ്ക്ക് എൻ്റെ രക്ഷ നടന്നു, ദൈവം കൃപാവരങ്ങൾ എന്നിൽ പകർന്നു. ഞാൻ സ്നാനപ്പെടുവാൻ വേണ്ടി, എന്നെ ആരും പഠിപ്പിച്ചില്ല, സ്നാനപ്പെടുവാൻ വേണ്ടി ഒരു ദൈവദാസനെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഇറ്റ് വാസ് ഇൻ ക്വൈറ്റ്. ഞാനൊരു ദൈവദാസനെ കണ്ടു പരിചയപ്പെട്ട് 2 ആഴ്ചക്കുള്ളിൽ നിർബന്ധിച്ച് ഞാൻ സ്നാനപ്പെടുകയായിരുന്നു. എന്നെ പറഞ്ഞു, നിങ്ങൾക്ക് സമയമായിട്ടില്ല. ഞാൻ പറഞ്ഞു, ഐ നോ ദ വാട്ട് ഈസ് ബാപ്റ്റിസം, ഐ നോ ഇറ്റ്. സ്നാനപ്പെട്ട് അന്ന് തുടങ്ങി ഞാൻ ലേബർ ക്യാമ്പുകളിൽ പോയി സുവിശേഷം അറിയിക്കായിരുന്നു. ഇറ്റ് ഈസ് ഗ്രേസ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഫസ്റ്റ് വീണ്ടും ജനനം പ്രാപിച്ച. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടീഷൻ എന്താണ്? ഈ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ഐദർ യു ക്യാൻ ലിവ് ബൈ ലോ, try, or receive me, I will make you obedient. ഫസ്റ്റ് കവനന്റ് ആണ്. സ്വർഗത്തിന്റെ ഭൂമി സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിച്ച് നടക്കാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യന്മാരാക്കുകയും. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ആണ് ദ വാട്ടർ ബാപ്റ്റിസം. അത് വേറെ മനുഷ്യരൊരു ഒരു ഡിനോമിനേഷൻ ഉണ്ടാക്കിയതല്ല. ഉയർത്തെന്നവനായ കർത്താവ് ശിഷ്യന്മാരെ അടുക്കൽ വന്ന് ആദ്യമായിട്ട് പറയുന്ന കാര്യമാണ്, സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരം എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി ഈ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലത്തെ എന്തിനേയും എന്തു ചെയ്യുന്ന അധികാരം എനിക്കിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ആകിയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിച്ച് നടക്കാൻ. അപ്പൊ കൽപ്പിച്ചത് അനുസരണം. ഇഫ് യു ബിലീവ്, ഇവിടെ എന്താണ് ഞാൻ വീണ്ടും പറയുന്നു, ഒന്നുകിൽ നിങ്ങൾക്ക് ഡിവൈൻ ലോ പൂർണ്ണമായി അനുസരിക്കാൻ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഫ്രീ ഓപ്ഷൻ. നിങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും
അയ്യോ ഞാൻ റെച്ചഡാണ്, അരിഷ്ട മനുഷ്യനാണ്, ഇമ്പോസിബിൾ എന്ന് ദൈവത്തിന്റെ ആത്മാവ് തന്നെ മനസ്സിലാക്കി തരും. ഒരു നിരീശ്വരവാദിയാണോ, ഞാൻ ചലഞ്ച് ചെയ്യാണ്. നിന്റെ കോൺഷ്യസ്നസ് വരുന്ന എല്ലാ ചിന്തകളും നീ ചെയ്യുന്നില്ല. ചിലത് നീ ചെയ്യുന്നു, ചിലത് ചെയ്യുന്നില്ല. ആ ചെയ്യണമെന്ന് നിനക്ക് കോൺഷ്യസ് പറഞ്ഞു തന്നിട്ട് നീ ചെയ്യാതിരിക്കുന്നത് ജഡ്ജ് ചെയ്യുന്ന ഒരുവനുണ്ട്. അതേപോലെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നീ ചെയ്യുന്നതുണ്ട്, അത് ജഡ്ജ് ചെയ്യുന്ന ഒരുവനുണ്ട്. അവനെ വിളിക്കുന്ന പേരാണ് ദൈവം. അവന്റെ മുമ്പിൽ നീ ഒരു ദിവസം നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. അപ്പോൾ ഇത് നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് ഇഫ് യു ഒബേ ഇമ്മീഡിയറ്റ്ലി ഈ അവസ്ഥയിലേക്ക് വരും. ഈ താഴത്തെ റൈറ്റ് സൈഡിൽ കാണുന്ന പിക്ചറിൽ നീ വിശ്വാസിയായിരുന്നിട്ട് എവിടെയെങ്കിലും ഡിസോബീഡിയൻസ്, ക്രിസ്തുവിന്റെ ഡിസോബീഡിയൻസ് കാണിച്ചാൽ ഇമ്മീഡിയറ്റ്ലി നീ ബാക്കിലേക്ക് പോകും, ഇതേ അവസ്ഥയിലേക്ക് പോകും. പിന്നെ നിനക്ക് വചനം ഗ്രഹിക്കാൻ പറ്റില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഫോർഗീവ്നെസ്. ലോർഡ്, എനിക്ക് സ്ലിപ്പ് സംഭവിച്ചു, ഫോർഗീവ് മീ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സാഹചര്യമല്ല, സൈറ്റൻ അല്ല, മറ്റാരെയും കുറ്റം പറയുന്നില്ല, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ആദം എന്താ പറഞ്ഞത്? എന്നോട് കൂടി നീ തന്ന സ്ത്രീ തന്നു, ദൈവം അത് കൺസിഡർ ചെയ്തില്ല. ദാനിയേൽ എന്താ പറഞ്ഞത്? യഹോവേ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾക്ക് ഭവിച്ചതൊക്കെ നീ നീതിമാൻ. ഇതാണ് റിപ്പന്റൻസ് ഉള്ള ഒരു വ്യക്തിയുടെ സ്വഭാവം. അപ്പൊ ഈ പോലീസിന്റെ വണ്ടിയിൽ അല്ലെങ്കിൽ ആംബുലൻസിലൊക്കെ ലൈറ്റ് കണ്ടിട്ടുണ്ടോ? റെഡ് ബ്ലൂ, റെഡ് ബ്ലൂ, റെഡ് ബ്ലൂ. ആംബുലൻസിലാണെങ്കിൽ ഗ്രീൻ. ഇങ്ങനെ മാറി മാറി കത്തുന്ന പോലെയാണ്. ഇഫ് യു റിസീവ് ക്രൈസ്റ്റ് ആൻഡ് കണ്ടിന്യൂ ഇൻ obedience, you will be always in this position. In any of your action or thought, you disobey immediately. ഈ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഫസ്റ്റ് ഒബീഡിയൻസ് ആണ്, ഫസ്റ്റ് കണ്ടീഷൻ ആണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വാസ സ്നാനമേൽക്കാന്നുള്ളത്. ഒരു ഡിനോമിനേഷന്റെ തിയറി അല്ല, പെന്തക്കോസ്തിന്റെ തിയറി അല്ല, ഒരു മതത്തിൽ നിന്ന് ഒരു മതം മാറ്റുന്നതല്ല. നിന്നെ സൃഷ്ടിച്ചവനായ ദൈവം നിനക്കൊരു ഓപ്ഷൻ തരികയാണ്. നിനക്ക് പകരമായി ഞാൻ മരിച്ചു. നിന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും വരേണ്ട ശിക്ഷ, ഈവൻ ദ എറ്റേണൽ ഡെത്ത്, എന്നേക്കുമായി നീ കൈവിട്ടു പോകേണ്ട സ്ഥാനത്ത് നിനക്ക് പകരമായി ഞാൻ അല്പസമയത്തേക്ക് കൈവിട്ടു. നിനക്ക് വേണമെങ്കിൽ ഫ്രീ ഓപ്ഷൻ, നോ നിർബന്ധം, നിനക്ക് ഒരു നിർബന്ധമില്ല. നിനക്ക് വേണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ എന്റെ വാഴ്വ സ്വീകരിച്ചാൽ, നിന്റെ സോളിന്റെ ഹസ്ബൻഡിനെ സ്വീകരിച്ചാൽ, ഞാൻ നിന്നെ സ്ലോവില് നിനക്ക് എടുക്കാവുന്ന വിധത്തില് നിന്നെ ഞാൻ അനുസരണത്തിൽ കൊണ്ടുവരാം. അത് വലിയൊരു ഭാരമുള്ള കാര്യമല്ല. നിന്റെ ബലഹീനത എനിക്കറിയാം, നിന്റെ വീക്ക്നെസ് എനിക്കറിയാം, ദൈവ പരിജ്ഞാനം നിനക്ക് എത്രയുണ്ടെന്ന് എനിക്കറിയാം, നീ എത്ര നാൾ ജീവിച്ചിരിക്കുന്നത് എനിക്കറിയാം. സകലം അറിയുന്നതിനാൽ ഞാൻ നിനക്കൊരു ഫ്രീ ഓഫർ തരികയാണ്. either receive me or you go your own way. But നിന്റെ വഴിക്ക് പോയാൽ നിന്റെ അന്ത്യം ദാ ഇവിടെ കിടക്കുന്ന ഈ സംഭവത്തെ പറയാണ്, eternal death, ഹെല്ലിലായിരിക്കും ഇത് എത്തിച്ചേരുന്നത്. If you accept me and be obedient to me, I will train you. You may fail, നീ പല പ്രാവശ്യം സ്ലിപ്പാകാം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും കൈവിടുകയില്ല. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ എവിടെ പോയാലും, ഇതാണ് മരുഭൂമിയിൽ ഇസ്രായേലിന്റെ യാത്ര. നീ എവിടെ പോയാലും, ഏത് പ്രശ്നം ചെന്നാലും എന്റെ വലകൈ നിന്നെ രക്ഷിക്കും. ഞാൻ നിന്നോട് കൂടിയിരിക്കും. ഞാൻ എത്രയോ പ്രാവശ്യങ്ങള് മരണത്തെ മുഖാമുഖമായി കണ്ടിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ആ പുനരുദ്ധാന ശക്തി കടന്നു വന്ന് വിശ്വസിച്ചാൽ, എന്നിൽ ജീവിച്ചിരുന്ന എന്നെ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഇറ്റ്സ് റിയൽ. ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ അനുഭവിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ആദ്യത്തെ ഒബീഡിയൻസ് ആണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസ സ്നാനം ഏൽക്കുക. ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ആദ്യം ഞാൻ ഈ ഒരു വിഷയത്തിലുള്ള തെറ്റായ ധാരണകൾ, ക്രിസ്ത്യണ്ടത്തിലോ അല്ലെങ്കിൽ അല്ലാത്ത തരത്തിലുള്ള തെറ്റായ കുറെ ധാരണകളുണ്ട്. ഇതിനൊന്ന് ഞാൻ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഫസ്റ്റ് കണ്ടീഷനാണ് ശിശു സ്നാനമേറ്റ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത്, ചില ഡൗട്ടുകൾ കോമൺ ആയിട്ടുള്ള ചില ഡൗട്ടുകൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ശിശു സ്നാനമേറ്റവനായ ഞാൻ, അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ മതത്തിൽ ഈ കുഞ്ഞിന് തിരിച്ചറിവ് വരുന്നതിന് മുമ്പ് 7ാമത്തെ ദിവസവും 5ാമത്തെ ദിവസവും 56ാം ദിവസം ഓരോരോ മതവിഭാഗങ്ങള് പലവരും ആചരിക്കുന്നു. ശിശു സ്നാനം ഏൽത്ത ഞാൻ വീണ്ടും ഈ വിശ്വാസ സ്നാനം സ്വീകരിക്കണമോ? ഐ ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ് ബൈ എ ബാപ്റ്റിസ്മൽ റീജനറേഷൻ. അതിന് വിളിക്കുന്ന പേരാണ്
ശിശു സ്നാനത്തിൽ കൂടെ വിളിക്കുന്ന പേരാണ് ബാപ്റ്റിസ്മൽ റീജനറേഷൻ. അതായത് ആ ശിശു സ്നാനത്തിൽ കൂടെ വീണ്ടും ജനനം പ്രാപിക്കുന്നു. യേശുക്രിസ്തു എന്താ പറഞ്ഞത്? പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം പ്രാപിക്കാൻ സാധ്യമല്ല. വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും സാധ്യമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാനുള്ള അധികാരം ലഭിച്ചു. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്കൊരു വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം അവൻ കൊടുത്തു. ഒരു ശിശുവിന് ഇതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് പറയാണ്. അവർ രക്തത്തിൽ നിന്നല്ല, അതായത് നോട്ട് ബൈ ദ ബ്ലഡ് റിലേഷൻ, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. അപ്പോൾ വീണ്ടും ജനനം പ്രാപിക്കണമെങ്കിൽ സ്തോത്രം എന്താ വേണ്ടത്? നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചതാണ്. സ്തോത്രം, ഈ അവസ്ഥയിൽ നിന്നും ഈ വീണ്ടും ജനനം പ്രാപിക്കുന്ന അവസ്ഥയിൽ വരണമെങ്കിൽ ഒരുവനിൽ മാത്രമേ ജീവനുള്ളൂ, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൽ. അതാണ് പോൾ കൺക്ലൂഡ് ചെയ്തത്. നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് ഉയർത്തെഴുന്നേറ്റ് വേറൊരുവനാകേണ്ടതിന് അവൻ നമ്മുടെ ആത്മാവിന്റെ ഫെല്ലോഷിപ്പ് എന്ന ഘടകത്തിന് വന്നാൽ മാത്രമേ നമ്മുടെ മരിച്ച ആത്മാവ് ജീവിക്കുകയുള്ളൂ. ഈ മരിച്ച ആത്മാവ് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ആദ്യത്തെ ഡ്യൂട്ടിയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശ്വാസ സ്നാനം, വെള്ളത്തിൽ മുങ്ങി സ്നാനം ഏൽക്കുക എന്നുള്ളത്. അതിന് കണ്ടീഷൻസ് വരാം. അപ്പോൾ ഇത് എവിടെ നിന്ന് ആരംഭിച്ചു? ഈ ശിശു സ്നാനം എവിടെ നിന്ന് ആരംഭിച്ചു? നമ്മൾ പൊതുവെ പറയുന്നത് എപ്പിസ്കോപ്പൽ സഭകൾ, കാത്തലിസം, ഓർത്തഡോക്സ്, ഇങ്ങനെയുള്ള ചില സഭകളിലൊക്കെയാണെന്നാണ്. എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, സ്തോത്രം, ഇതിനെ പറയുന്ന പേരാണ് ബാപ്റ്റിസ്മൽ റീജനറേഷൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് PDF വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഈ പരിപാടി യേശു ക്രിസ്തുവിന് വരുന്നതിന്, ലോകത്തിൽ വരുന്നതിന് വർഷങ്ങൾക്കേ മുമ്പ്, ബിഫോർ ക്രൈസ്റ്റ്, BC-യില് പല പല ജാതികളും പല രാജ്യങ്ങളിലും ആചരിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഇതിന്റെ ബിഗിനിങ് പറഞ്ഞല്ലോ. ഹാമിന്റെ സന്തതിയായിരുന്ന കൂശിന്റെ ഭാര്യ സെമിറാമേസ്, കൂശ് മരിച്ചതിന് ശേഷം സ്വന്തം മകനെ വിവാഹം കഴിച്ച ബാബേലിന്റെ രാജ്ഞി, അവൾക്ക് ഏതോ ഡിവൈൻ പവർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഇതുപോലെ ഡിവൈൻ പവറുള്ള സ്ത്രീകള്. കേരളത്തിൽ മാത്രമല്ല അനേകരുണ്ട്, ഒത്തിരിയുണ്ട് അതുപോലെ ദേവദാസികള്. എന്തോ ഡിവൈൻ പവർ ഉണ്ടെന്ന് പറഞ്ഞു വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ഒരു പൊളിറ്റിക്സിലെ വലിയ വലിയ നേതാക്കളും വന്നാണ് കാല് തൊഴുന്നത്. ഇലക്ഷനിൽ ആര് ജയിക്കും, വോട്ട് കിട്ടാനുള്ളതൊക്കെയും. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇതേപോലെ ഒരു ഡിവൈൻ പവർ അവൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ന് നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലെ വേൾഡ് വൈഡ് ആയിട്ട് അനേകരെ തന്റെ കീഴിൽ സമ്പാദിച്ചുവല്ലോ. അതേപോലെ ഇവള് കുറച്ച് ആൾക്കാർ സമ്പാദിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് ദൈവത്തിന് എഗൈൻസ്റ്റ് ആയിട്ടുള്ള റിലീജിയൻ, മിസ്റ്ററി റിലീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ആ ദൈവം 11-ാം അധ്യായത്തിൽ ദേശത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് വിഭാഗിച്ചു, ലാംഗ്വേജ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ബാബേൽ ടവറിന്റെ വിഷയത്തിൽ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അവിടെ ഭൂഖണ്ഡങ്ങൾ പിരിഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുവരെ മനുഷ്യർ ഒന്നിച്ചായിരുന്നു. ആ പോകുന്ന കൂട്ടത്തില് ഓരോരുത്തരും ഇവളുടെ റിലീജിയനും കൊണ്ടുപോയി. വിവിധ ഭാഷകളില്, വിവിധ രാജ്യങ്ങളില്, വിവിധ പേരുകളിൽ അവൾ വിളിച്ചിരുന്നായിരുന്നു. ആകാശരാജ്ഞി, സ്വർഗത്തിന്റെ വാതിൽ നിന്നൊക്കെയും. അവിടെ നിന്നാണ് അമ്മയുടെ കുഞ്ഞിന്റെ വർഷിപ്പ് തുടങ്ങുന്നത്. ശേമിന്റെ തലമുറ നിന്നാണ് അബ്രാഹം വരുന്നത്. അബ്രാഹിന്റെ തലമുറ ഈ നിമ്രോദിന്റെയും സെമിറാംസിന്റെയും ദുഷ്പ്രവൃത്തികൾ കണ്ട് നിമ്രോദിനെ വെട്ടി കഷ്ണങ്ങളാക്കി വിവിധ സ്ഥലങ്ങൾക്ക് കൊടുത്തയച്ചു. അവളുടെ വ്യഭിചാര പ്രവൃത്തി നിന്നില്ല. അമ്മ തുടർന്ന് അവൾ അഭിഹിത ബന്ധത്തിലൂടെ ജനിച്ച ഒരു കുഞ്ഞാണ്ട് പേരാണ് തമ്മൂസ്. നമ്മള് എസെക്കിയേൽ പ്രവചനം വായിക്കുമ്പോൾ അവിടെ അറിയാം, സ്ത്രീകള് തമ്മൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന് ഏകദേശം 10-72 പേരുണ്ട്. നമ്മുടെ സബ്ജക്റ്റ് അവിടെ അല്ലെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പല പല റിലീജിയൻസിലും ഈ അമ്മയും കുഞ്ഞിന്റെ വർഷിപ്പ്, അവർക്ക് ഈ പാപത്തിന്റെ ഡെപ്ത് മനസ്സിലായി. ഈ കുഞ്ഞിനെ വീണ്ടും ജീവിപ്പിക്കാൻ തക്കവേണം എന്ത് ചെയ്യാമെന്ന് പലരും പല മനുഷ്യ ചിന്തകൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് ഈ ബാപ്റ്റിസ്മൽ റീജനറേഷൻ എന്ന് പറയുന്നത്. ബാപ്റ്റിസ്മൽ റീജനറേഷൻ, ശിശു സ്നാനത്തിൽ കൂടെയുള്ള വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇത് വളരെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് മെക്സിക്കോ. മെക്സിക്കോ നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ ചെയ്യുന്നത് സാധാരണ, ഞാൻ ഇവിടെ തുടങ്ങി വായിക്കുകയാണ്, സോറി.
when everything necessary for the baptism had been made ready, all the relations of the child were assembled, and the midwife, അവിടെ സ്നാനപ്പെടുത്തുന്നത് midwife ആണ്, സ്തോത്രം, who was the person that performed the rite of baptism, was summoned at early dawn. They met together in the courtyard of the house. When the sun raised, the midwife, taking the child in her arms, called for a little earthen vessel of water, while those about were placed ornaments which had been prepared for baptism in the midst of the court. To perform the rite of baptism, she placed herself with her face towards west and immediately began to go through certain ceremonies. After this, she sprinkled water on the head of the infant, saying, "O my child, take and receive the water of the Lord of the world." Lord of the world. ആരാ ഈ ലോകത്തിന്റെ ദൈവം? നിങ്ങൾക്കറിയാം. Which is our life, which is given for the increasing and renewing of your body. It is to wash and to purify. I pray that these heavenly drops may enter into your body and dwell there, that they may destroy and remove from you all the evil and sin which was given you before the beginning of the world. Since all of us are under its power, she then washed the body of the child with water and spoke in this manner, "Whensoever thou comest, though that art harmful to this child, leave him and depart from him, for he is liveth new and is born again." ഇതിനെ പറയുന്ന പേരാണ് ബാപ്റ്റിസ്മൽ റീജനറേഷൻ. ശിശു സ്നാനം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടി ഇതാണ്. സ്തോത്രം. Now he is purified and cleansed afresh, and our mother, അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ വായിച്ചോളൂ, the goddess of water, ആ ദേവിയുടെ പേരാണ്. സ്തോത്രം. Bringing him into the world, having thus prayed, the midwife took the child in both hands and lifting him towards heaven said, "O Lord, thou seest there the creature whom thou hast sent into the world, this place of sorrow, suffering and penitence. Grant him, O Lord, the gift and inspiration, for thou art the great God, and with thee is the great goddess." ഇത് സെമീറാമിസും നിമ്രോദ് തമ്മിലുള്ള വിഗ്രഹാരാധനയുടെ സിമ്പിളാണ്. ശിശുസ്നാനത്തിൽ കൂടെ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത് ഈ സെമീറാമിസിലും അവന് സൂര്യദേവനായിട്ടാണ് നിമ്രോദിനെ ആരാധിച്ചുകൊണ്ടിരുന്നത്. സ്വർഗത്തിന്റെ വാതിൽ നിന്ന് ആകാശരാജ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഇത് കൊന്തയിലൊക്കെ പറയുന്ന പേരുള്ളതാണ്. ഞാനൊരു റിലീജിയനൊന്നും മതത്തോട് തെറ്റല്ല. ദൈവവചനത്തിന് മാത്രമല്ല, ഇവരെല്ലാം പറയും ഞങ്ങള് ദൈവവചനം മാത്രമല്ല, ഞങ്ങൾ ഹിസ്റ്ററിയും കൂടെ നോക്കുന്നു. ഓക്കെ, അപ്പസ്തലന്മാർക്ക് ശേഷമുള്ള ഹിസ്റ്ററി അവർ പറയും. ഞാൻ കുറച്ചും കൂടി പുറകോട്ടുള്ള ഹിസ്റ്ററി പറയാണ്. ഇതൊരു ബുക്കിൽ നിന്നല്ല. നിങ്ങൾക്കത് വേണമെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ടു ബാബിലോൺസ്, അലക്സാണ്ടർ ഹിസ്ലോപ്പ് അതിൻ്റെ ടു ബാബിലോൺസ് എന്നൊരു ബുക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. വല്ല ആവശ്യമുള്ളവരൊക്കെ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ താഴെ ഇടാം. ഈ ബുക്കിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ കോപ്പി ചെയ്ത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇദ്ദേഹം അനേക ഹിസ്റ്റോറിയൻസിൻ്റെ ബുക്കുകൾ റെഫർ ചെയ്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് മാത്രമല്ല അനേകമായിരിക്കുന്ന ഈ ഡിനോമിനേഷൻ ചർച്ചകളിൽ, ഈവൻ ഈ ശിശു സ്നാനം പെന്തിക്കോസ്റ്റ് ചർച്ച് അല്ലെങ്കിൽ റീഫോർമഡ് ചർച്ച്, പല ചർച്ചുകളും പോലും പെന്തിക്കോസ്റ്റിലല്ല, ഇന്ന് പെന്തിക്കോസ്റ്റിലല്ല, അവർ പല ചർച്ചുകളും അത് ചെയ്യുന്നുണ്ട്. ലൂതറിൻസ് ചെയ്യുന്നുണ്ട്, മെത്തോഡിസ്റ്റുകാർ ചെയ്യുന്നുണ്ട്.
ഇതിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് പുറകോട്ട് അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ഇത് ആരംഭിച്ചത് ബാബിലോണിൽ നിന്ന് ആരംഭിച്ചതാണ്. ഇതിനെ എല്ലാത്തിനും കൂട്ടി വരുത്തിയിട്ടാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായത്തില് മിസ്റ്ററി ബാബിലോൺ, മഹതിയ ബാബിലോണിന്റെ മേൽ ദൈവം ന്യായവിധി നടത്തി കത്തുന്ന തീപ്പൊയ്കയിലേക്ക് എറിയുന്ന ഓർത്തുകൊള്ളണം. അപ്പൊ ശിശുസ്നാനത്തിന്റെ ബിഗിനിങ് എവിടെ നിന്നാണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സ്തോത്രം, യേശു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട നല്ല കള്ളൻ എന്ന് പറയുന്നത്, കള്ളൻ ഏതായാലും കള്ളൻ തന്നെയാണ്. പൊതുവെ പറയുന്നൊരു പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കള്ളൻ. അതായത് ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കുമെന്ന് യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തം ലഭിച്ചവനായ കള്ളൻ സ്നാനപ്പെട്ടിട്ടാണോ പറുദീസയിൽ പോയത്, സ്വർഗത്തിൽ പോയത്? ഇത് മിക്കവാറും ചോദിക്കാറ് മാർത്തോമാകാരാണ്. യേശു ക്രിസ്തുവിന്റെ സ്നാനം അല്ലെങ്കിൽ പുതുനിയമത്തിന്റെ സ്നാനം എന്ന് പറയുന്നത് നമ്മൾ തുടർന്ന് പഠിക്കാൻ പോവാണ്. യേശു ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും കൂടെ ഏകീഭവിക്കുന്ന, ഐഡന്റിഫൈ വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്, ബറിയൽ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നതാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. താൻ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് കർത്താവ് ഈ കാര്യം പറഞ്ഞില്ലായിരുന്നു. ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ നിന്ന് ആദ്യമായിട്ട് പറയുന്ന കാര്യമാണിത്. അപ്പോൾ ഈ കള്ളൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുൻപുള്ള വ്യക്തിയാണ്. അവൻ പഴയ നിയമ വിശ്വാസിയാണ്. ഇത് ക്വസ്റ്റ്യൻ പലരും ചോദിക്കാറുണ്ട്. ഈ കള്ളൻ പഴയ നിയമ വിശ്വാസിയാണോ പുതിയ നിയമ വിശ്വാസിയാണോ? അവനെന്ത് വിശ്വാസ സ്നാനം മേൽക്കാത്തതിന് പറുദീസയിൽ പോയില്ലയോ? എങ്കിൽ ഞങ്ങൾക്ക് ഇതിനെ സ്നാനപ്പെടേണ്ട ആവശ്യം. ഞാൻ വളരെ ക്ലീൻ ആയിട്ട് പറയാണ്, വിശ്വാസ സ്നാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തു പ്രായശ്ചിത്തമായി തീർന്നതിന് ശേഷം, അതാണ് ക്ലാസ്സിലെടുത്തത്, ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും ഏകീഭവിക്കുന്ന, ഐഡന്റിഫൈ വൺ വിത്ത് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്, ഐഡന്റിഫൈ വൺ വിത്ത് ക്രൈസ്റ്റ് ഡൈഡ്, ഐഡന്റിഫൈ വൺ വിത്ത് ക്രൈസ്റ്റ് ബറിയൽ, ഐഡന്റിഫൈ വൺ വിത്ത് ക്രൈസ്റ്റ് റിസറക്റ്റഡ്. ഇതിന് തയ്യാറുള്ളവർ മാത്രം സ്നാനപ്പെട്ടാൽ മതി, അല്ലാത്തൊരു വേണ്ട. ബട്ട് റിമെമ്പർ ദാറ്റ് it will be your first obedience. If you disobey on this, even though you receive Christ, നീ വീണ്ടും ജനം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ തന്നെയും immediately you will be going back to the power of sin. അടുത്തൊരു കാര്യമാണ്, യേശു ക്രിസ്തുവിന്റെ കൂടെയുള്ള 12 ശിഷ്യന്മാര് ഒത്തിരി പേര് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, സ്നാനം പറ്റോ? പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് വിശ്വാസ സ്നാനം, വെള്ളത്തിൽ മുങ്ങി സ്നാനം പറ്റോ? അതിനും ഇതേ ആൻസർ ഉള്ളു. വിശ്വാസ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് പറഞ്ഞത്, സ്തോത്രം, എപ്പോഴാ? താൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം. താൻ മരിക്കുന്നതിന് മുമ്പ് അവന്റെ മരണത്തോട് ഐഡന്റിഫൈ ചെയ്യുന്ന സ്നാനം ഏൽക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും, ഒന്ന്, ഞാൻ ശിശു സ്നാനം ഏറ്റതാണ്, ഇനി വിശ്വാസ സ്നാനം ഏൽക്കണമോ? അതിന് ക്ലിയർ ആയിട്ടുള്ള ഉത്തരം കിട്ടി. ശിശു സ്നാനം എവിടെ നിന്ന് ആരംഭിച്ചു? ശിശു സ്നാനത്തിൽ പറയുന്നതായിട്ടുള്ള ബാപ്റ്റിസ്മൽ റീജനറേഷൻ സ്ക്രിപ്ചറൽ അല്ല. ഇത് ബാബിലോണിൽ നിന്ന് ആരംഭിച്ച വേശ്യയായിരുന്ന സെമീറാമിസിന്റെയും സ്വന്തം മകനെ തന്നെ വിവാഹം കഴിച്ച നിമ്രോദിന്റെ സൂര്യ നമസ്കാരത്തോട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമ്പോൾ സ്വീകരിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഹിസ്റ്ററിയിലായിട്ടും ദൈവവചനമായിട്ട് കമ്പയർ ചെയ്തോളൂ. നിങ്ങളുടെ മനസ്സാക്ഷി എന്ത് പറയുന്നോ അതായിരിക്കും ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെടുന്നത്. മറ്റൊന്ന്, കള്ളൻ. ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കുമെന്ന് വാഗ്ദത്തം ലഭിച്ച കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, ഞാൻ സ്നാനപ്പെടണമോ? ഞാൻ പറഞ്ഞത്, കള്ളൻ കർത്താവിന്റെ മരണത്തിനും അടക്കത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും മുമ്പുള്ള വ്യക്തിയാണ്. അവന് വിശ്വാസ സ്നാനം ഏൽക്കുവാൻ സാധ്യമല്ല. യേശു ക്രിസ്തു ഈ ഭൂമിയായിരുന്ന സമയത്ത് അവരിന്ന് ഡിമാൻഡ് ചെയ്തത് എന്താണ്? ഈ യേശു, ഈ തച്ചന്റെ കുടുംബത്തിൽ ജനിച്ച യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുകയേ വേണ്ടൂ. അന്നത്തെ കണ്ടീഷൻ അത്രേ ഉള്ളൂ. അങ്ങനെ വിശ്വസിച്ചവരൊക്കെ നിത്യജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തോന്നുന്നു. സ്തോത്രം. ടൈം എത്രയാ? സ്തോത്രം, ടൈമുണ്ട്. അടുത്ത കാര്യം, അപ്പോൾ വിശ്വാസ സ്നാനം എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് കുറച്ചായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ചുള്ള റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ സ്തോത്രം 2-ാം വാക്യം തുടങ്ങി 11 വരെയുള്ള വാക്യം സിമ്പിളായിട്ട് വാക്യാണ്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് ഓർമ്മയിൽ വരണം. അപ്പോൾ എന്താ പറയുന്നത്? അവര് പാപമുണ്ട്, ന്യായപ്രമാണം വന്നപ്പോൾ പാപം ആ ന്യായപ്രമാണത്തെ, ഡിവൈൻ ലോയെ വസൂലാക്കിക്കൊണ്ട് സകലവിധ മോഹങ്ങളും, എന്ത് ലോ പറയുന്നു
അതിന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ജീവനാധാരമായ പ്രമാണത്തെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ എന്നിൽ മരണം ഉളവാക്കി. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. എന്നിൽ വസിക്കുന്ന പാപം അത്രയോ അതിന് കാരണക്കാരൻ. അത് ചെയ്യുന്നത് ഞാനല്ല. അതുകൊണ്ടാണ് ഗ്രേസിന്റെ ആവശ്യം വരുന്നത്. നിനക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ട്രൈ ചെയ്ത് നോക്ക്. ഇമ്പോസിബിൾ നീ തന്നെ പറയും. നീ തന്നെ അരിഷ്ട മനുഷ്യനെന്ന് വെളിപ്പെടുമ്പോൾ നിന്റെ ഹൃദയത്തിന് മുമ്പ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രദർശിപ്പിക്കുന്നതാണ് ക്രൂശിൽ യാഗമായി തീർന്ന ക്രിസ്തുവിനെ. ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നിന്നോട് പറയാണ്. അപ്പൊ പറയാണ്, യെസ്, അങ്ങനെ നാം ക്രിസ്തുവിനോട് കൂടെ മരിക്കുകയാണ്. കാരണം ഡിവൈൻ ലോ മാറ്റുമില്ല. പാപം ചെയ്തതേക്ക് മരിക്കണം. നീ പേഴ്സണലായിട്ട് സിൻ ചെയ്തിട്ടില്ലെന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഞാൻ പേഴ്സണലായിട്ട് പാപം ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നെങ്കിൽ നീ ദൈവത്തെ കള്ളനാക്കിയാണ്. നിന്റെ മനസ്സാക്ഷി നിന്നെ തന്നെ വിധിച്ച് നീ നരകത്തിലേക്ക് പോവുകയാണ്. വയലേഷൻ ഓഫ് ദ ഡിവൈൻ ലോ ഈസ് ദ സിൻ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ നാം മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ക്രിസ്തു നമുക്ക് പകരമായിട്ട് മരിക്കുമ്പോൾ നാം ക്രിസ്തുവിനോട് കൂടെ മരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്, സ്തോത്രം, പാപസംബന്ധമായി മരിച്ചു. ക്രിസ്തുവിനോട് ചേരുവ സ്നാനപ്പെട്ടവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമെത്തിയിരിക്കുന്നു. ക്രൂശിലെ കള്ളൻ അവന്റെ മരണത്തിൽ പങ്കാളികളാവാൻ സാധ്യമേ അല്ല. മരിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ മരണത്തിൽ പങ്കാളികളാവുന്നത്? യേശു ക്രിസ്തുവിനോട് ചേരുവ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. ഇത് ബാപ്റ്റിസത്തിലാണ്, ശിശു ബാപ്റ്റിസ്മൽ റീജനറേഷൻ നടക്കുന്ന കാര്യമാണോ? സ്തോത്രം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവരോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ, അവന്റെ മരണത്തോട് അനുരൂപരാകുന്നു, പങ്കാളികളാകുന്നു, ഐഡന്റിഫൈ വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. രണ്ടാമത്തെ കാര്യം പറയാണ്, സ്തോത്രം, ആ സ്നാനത്താൽ നാം അവരോട് കൂടെ കുഴിച്ചിടക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചുകൊണ്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. നമ്മുടെ കഴിവ് കൊണ്ടല്ല, പുനരുദ്ധാന ശക്തി നമ്മുടെ ഉള്ളിൽ വന്ന്. ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മരണത്തെ ജയിച്ചവരുടെ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ഈവൻ ഫിസിക്കലായിട്ടുള്ള ഡെത്തിന് പോലും രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. യേശു അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവർ യേശു എന്ന് പേരിടണം. നിങ്ങൾ ഈ ലോകത്തിലായിരിക്കും, നിങ്ങൾക്ക് അനേകമായ ടെംപ്റ്റേഷൻസ് വരും. അവിടെ യേശു എന്ന നാമത്തിൽ ക്രിസ്തു തന്നെ വസിച്ചുകൊണ്ട് നിങ്ങളുടെ സോളിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വരുന്ന പാപത്തിൽ നിന്ന്, ടെംപ്റ്റേഷനിൽ നിന്ന് പാപം ചെയ്യാതെ കാക്കുന്നവനാണ്. അവിടെ നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്, ഒബീഡിയൻസ് ടു ഹിം. ടെംപ്റ്റേഷൻസ് വരുമ്പോൾ നോ എന്ന് നിങ്ങളുടെ മനസ്സാക്ഷി വാണി തരുമ്പോൾ അതിനനുസരിച്ച് അത് മാറിപ്പോകുക. അല്ല ഞാൻ ജയിക്കും എന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് വിൽ പവർ കാണിക്കാൻ പോയാൽ നിങ്ങൾ തോൽക്കും. അപ്പോൾ എന്താണ്? യേശു ക്രിസ്തുവോട് ചേരുവ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളോ സ്നാനമേറ്റിരിക്കുന്നു. സ്നാനത്തിൽ അവരോട് കൂടെ കുഴിച്ചപ്പെട്ടു. നാം സ്തോത്രം, നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടെന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെന്നിരിക്കിയാൽ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ആ വണ്ണം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൻ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങൾ തന്നെ എണ്ണുവിൻ. അപ്പോൾ വിശ്വാസ സ്നാനത്തിൽ കൂടെ നാം ഡിക്ലെയർ ചെയ്യുന്നത്, ഞാൻ മരിച്ചു, പാപം സംബന്ധമായിട്ട് ഞാൻ മരിച്ചു, ക്രിസ്തുവിൻ ഞാൻ മരിച്ചു. ഐ ജസ്റ്റ് ഡെഡ് ഫോർ സിൻ. ഐ എം എ ഡെഡ് ബോഡി ടുവേർഡ് ദ സിൻ. പാപം സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഡെഡ് ബോഡിയാണ്. ഡെഡ് ബോഡിക്ക് ഒരു ആക്ഷൻ ഇല്ല. ആ മരിച്ച പഴയ മനുഷ്യൻ ശിക്ഷാർഹമുള്ള മനുഷ്യനാണ്. ശരീരം കൊണ്ട്, പ്രാണൻ കൊണ്ട് നാം പാപം ചെയ്തപ്പോൾ ഈ ശരീരം പ്രാണന് ശിക്ഷാർഹമാണ്. ആത്മാവ് മരിച്ചിരിക്കുകയാണ് ഓൾറെഡി. ഈ ശിക്ഷാർഹമായ മനുഷ്യനെ വെള്ളത്തിൽ കുഴിച്ചിടുന്ന ശുശ്രൂഷയാണ് മുങ്ങിയുള്ള സ്നാനം. കാരണം ഈ ശിക്ഷാർഹമായ മനുഷ്യന്മേല് പിശാചിന് അവകാശമുണ്ട്. ഇതുകൊണ്ടാണ് പലരും ഈ സ്നാനത്തിലേക്ക് മടിച്ചു നിൽക്കുന്നത്.
ഈ സ്നാനത്തിൽ കൂടെ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യാണ്, ഞാൻ ഉയർത്തെഴുന്നേറ്റാണ്, ക്രിസ്തുവിനെ എൻ്റെ ഹൃദയം സ്വീകരിച്ചിരിക്കുന്നു, ഞാനിപ്പോൾ വീണ്ടും ജീവിച്ചിരിക്കുകയാണോ, ഇനി പാപത്തിന് എൻ്റെ മേൽ കർത്തൃത്വമില്ല, എൻ്റെ പഴയ ശിക്ഷാർഹമായ മനുഷ്യനെ, ഈ ശരീരം കൊണ്ട് പ്രാണൻ കൊണ്ട് ഞാൻ ചെയ്ത ശിക്ഷാർഹമായ മനുഷ്യനെ ഇതായി വെള്ളത്തിൽ ഞാൻ കുഴിച്ചിടുന്നു. ഇനി ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നെ ജീവിക്കുന്നത്. ഇത് പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന, സിഗ്നിഫൈ ചെയ്യുന്ന ശുശ്രൂഷയാണ് വിശ്വാസ സ്നാനം എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് കമാൻഡ്മെന്റ് യു ഹാവ് ടു ഒബേ ഇഫ് യു ബോൺ അഗൈൻ ഇൻ ക്രൈസ്റ്റ്. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ തോന്നുന്നു. സ്തോത്രം. അടുത്തൊരു കാര്യം, there are two fundamental commands or ordinances that every Christian must follow after accepting Jesus Christ as their Lord and Savior. മലയാളത്തിൽ പറയുന്നു, ഓരോ ക്രിസ്ത്യാനിയും യേശു ക്രിസ്തുവിനെ തങ്ങളുടെ കർത്താവും രക്ഷകനുമായി അംഗീകരിച്ചതിന് ശേഷം പാലിക്കേണ്ട 2 അടിസ്ഥാന കൽപ്പനകൾ അല്ലെങ്കിൽ ഓർഡിനൻസുകളുണ്ട്. ആദ്യത്തേത് ജലസ്നാനമാണ്. സ്തോത്രം. The first is water baptism. It's a commandment by Lord. നിങ്ങൾ ആരെ കർത്താവായി സ്വീകരിച്ചോ, ആര് നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി ഉയർത്തെന്ന് വെച്ചോ, ഇതൊരു ഡിനോമിനേഷൻ അല്ല, ഞാൻ പറയുന്നതല്ല, വേദപുസ്തകം പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട. ഇഫ് യു ലവ് ക്രൈസ്റ്റ്, ആ ക്രൂശിലേക്ക് നോക്കിയിട്ട്, മരക്കുരിശിലേക്കല്ല, വെള്ളിക്കുരിശിലേക്കല്ല, ആ പ്രവൃത്തിയിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഹൃദയത്തിന് ഒരു മാറ്റം വരുന്നുണ്ടോ? ഓ ലോർഡ്, എൻ്റെ സൃഷ്ടിതാവായി നീ, സ്വർഗീയ ദൂതന്മാർ ആരാധന സ്വീകരിച്ചിരുന്നവനായി നീ, എന്നെ പോലെയുള്ള മനുഷ്യ ശരീരം ഏറ്റെടുത്തുകൊണ്ട്, ഈ മനുഷ്യരുടെ തുപ്പലും അടിയും ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പരമായി നീ മരിച്ചല്ലോ. ഇത്ര വലിയ സ്നേഹം, നിത്യമായി ഞാൻ എൻ്റെ പ്രാണനും ആത്മാവും. ഡോണ്ട് തിങ്ക് ദാറ്റ് നിങ്ങളുടെ ശരീരം വിട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സോളും നിങ്ങളുടെ സ്പിരിറ്റും അതേപോലെ തന്നെ ഫുൾ കോൺഷ്യസ് ആയിട്ട് ജീവിച്ചിരിക്കും. ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എപ്രകാരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, എപ്രകാരം നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടോ, അതേ ഫീലിങ്സോട് കൂടെ ശരീരത്തിൽ ജസ്റ്റ് പുറത്തു പോകുന്നു മാത്രമേ ഉള്ളൂ. ഐദർ ടു ദ ഷിയോൾ, പാതാളം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനോട് കൂടെ. there is no intermediate place. അപ്പോൾ ഫസ്റ്റ് കമാൻഡ്മെന്റ് ആണ് വാട്ടർ ബാപ്റ്റിസം. and the second is participation at the Lord's table, also referred as to the Lord's supper or communion. സ്തോത്രം. രണ്ടാമത്തേത് കർത്താവിന്റെ മേശയിലെ പങ്കാളിത്തമാണ്. ഇത് കർത്താവിന്റെ അത്താഴം അല്ലെങ്കിൽ കൂട്ടായ്മ എന്നും അറിയപ്പെടുന്നു. ഈ രണ്ട് കൽപ്പനകൾ മാത്രമേ ഫിസിക്കലായിട്ട് ആചരിപ്പാൻ ഉയർത്തെഴുന്നേറ്റവനെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെ ഒരൊറ്റ കാര്യങ്ങള്, പാദക്കഴുകൽ ശുശ്രൂഷ, ആണ്ടർതി ശുശ്രൂഷ, അവൻ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്മസ്, അവൻ ക്രൂശിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ച, അവൻ ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞുകൊണ്ട് സ്തോത്രം ഈസ്റ്റർ, ഈ വക ഒരു കാര്യങ്ങളും ഫിസിക്കലായിട്ട് ചെയ്യുവാൻ ഡിവൈൻ ലോ അല്ലെങ്കിൽ ദൈവവചനം അനുശാസിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ പാപമാണ്. ദൈവം വീണ്ടും ജനിച്ചവർ പോലെ ആരെങ്കിലും അത് ഫോളോ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ചിന്തിക്ക്, അത് തീരുമാനം എടുക്കുന്ന മൂമെന്റില് ഉയർത്തെന്നിട്ട് അവർ ക്രിസ്തു നിങ്ങളെ വിട്ടുപോകും. നിങ്ങൾ വേണ്ടി ബാക്ക് പൊസിഷനിലേക്ക് വരും. പാപം നിങ്ങളെ സോളിനെ അടിമപ്പെടുത്തിയിരിക്കും. സ്തോത്രം. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്, സ്തോത്രം, 40 സമയം 10-15 മിനിറ്റ്സുകളിൽ കൂടുതൽ എടുക്കുന്നു, ക്ഷമയോടെ കാത്തിരിക്കുക. സ്തോത്രം. ഇനി എന്തുകൊണ്ടാണ്, ഞാൻ കുറച്ചുകൂടി പോയിന്റ്സ് കടന്നു വരികയാണ്, ഇതിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ മടിച്ചു മാറി നിൽക്കുന്നത്. ചില പോയിന്റ്സ്, കോമൺ ആയിട്ടുള്ള ചില പോയിന്റ്സ് ഞാൻ പറയുകയാണ്. ഒരാൾ വിശ്വാസിയായതിനു ശേഷമുള്ള ആദ്യത്തെ പ്രധാനമായ കൽപ്പനയാണ് ജലസ്നാനം. ബൈബിളിൽ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായെങ്കിലും ഈ നേരായ കൽപ്പനയോട് ഇപ്പോഴും വളരെയധികം ആൾക്കാർ അനുസരണക്കേട് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ്? ഈ പോയിന്റുകൾ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അത്ര ചിന്തകൾ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കി എടുക്കാനാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഇഗ്നോറൻസ്, അറിവില്ലായ്മ. അതായത് ഇതേപോലെ ദൈവവചനം നിങ്ങളുടെ മുമ്പിൽ ശരിയായ രീതിയിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഓരോരോ ഡിനോമിനേഷനുകളും അവരുടെ മതത്തിൻ്റെതായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നു. ഞാൻ ബാക്ക് ടു ഹിസ്റ്ററി, ബാക്ക് ഫ്രം ദ ഹിസ്റ്ററി തുടങ്ങി ഇപ്പോഴുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്.
ഇതിന്റെ പുറകിൽ അനേക സമയം ചെലവഴിക്കുക മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ അനുഭവത്തിൽ കൂടെ ദൈവനെ കടത്തിവിട്ട് വളരെയധികം വേദനകള്, മരണം മുഖാമുഖം അനുഭവിക്കുന്ന അവസ്ഥകള്, പ്രാണൻ പിടയ്ക്കുന്ന അവസ്ഥകള്, പാതാളത്തിന്റെ അവസ്ഥകള്, ഇതെല്ലാം എൻ്റെ പ്രാണനെ അനുഭവിച്ചറിഞ്ഞ എൻ്റെ ദൈവമേ സേവ് മീ എന്ന് അലറി വിളിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ സേവ് ചെയ്തിട്ട് ആ പുനരുദ്ധാന ശക്തി ഇന്നും അനുഭവിക്കാം. ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി ഇന്നും അനുഭവിക്കാം എന്ന് പല പ്രാവശ്യം അനുഭവിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇതേപോലെ ശരിയായ ഉപദേശം കിട്ടാത്തത് കൊണ്ട് പലരും വേണോ വേണ്ടയോ, നല്ല കള്ളം ക്രൂശിക്കാൻ സ്നാനപ്പെട്ടോ, അപ്പസ്തലന്മാര് സ്നാനപ്പെട്ടോ, ശിശു സ്നാനപ്പെട്ടോ, ഞാൻ സ്നാനപ്പെട്ടതല്ലേ, ഞാൻ ബാപ്റ്റിസം രജിസ്റ്റർ കടന്നു പോയതല്ലേ, ഇത്തരം സംശയങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാൻ ആഗ്രഹിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, സ്പിരിച്വൽ പ്രൈഡ്. ദീർഘകാലത്തിന് ശേഷം പരസ്യമായി സ്നാനമേൽക്കുന്നത് ധാരണയുടെ അഭാവത്തെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദീർഘനാളത്തേക്കുള്ള അനുസരണക്കേടിനെ സൂചിപ്പിക്കുന്നു. ഈ അനുസരണക്കേട് അംഗീകരിക്കുന്നത് വളരെ വിനീതമായ ഒരു അനുഭവമായിരുന്നതിനാൽ ആ കാരണത്താൽ തന്നെ പലരും സ്നാനമേൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നേ? അതായത് ലജ്ജിച്ചു മാറുന്നു. സ്പിരിച്വൽ പ്രൈഡ്. ഞാൻ ഇന്ന സമുദായത്തിലുള്ളതാണ്, ഞാൻ ഇന്ന കുടുംബത്തിലുള്ളതാണ്. കർത്താവ് എന്താ പറഞ്ഞത്? ഈ ലോകത്തില് എന്നെ കുറിച്ച് ലജ്ജിക്കുന്നവൻ എൻ്റെ പിതാവിന്റെ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരും. ഇവിടെ നമുക്കൊന്ന് ലജ്ജിച്ചു പോകേണ്ടി വന്നാൽ, പ്രത്യേകിച്ച് സഹോദരിമാർക്ക് ആഭരണങ്ങൾ ഊരുകയോ, ചിലപ്പോൾ നമ്മൾ ചില കമ്മ്യൂണിറ്റികളിൽ നിന്ന് മാറേണ്ടി വരും, ചില കൂട്ടുകെട്ടുകൾ മാറ്റേണ്ടി വരും, ചില ദൈവവചന പ്രകാരമല്ലാത്ത ബന്ധുമിത്രാദികൾ ഉപേക്ഷിക്കേണ്ടി വരും. കർത്താവ് എന്താ പറഞ്ഞത്? എന്നേക്കാൾ അധികമായിട്ട് അപ്പനെ അമ്മയെ ഭാര്യയെ കുഞ്ഞുങ്ങളെ തന്നെ തന്നെ സ്നേഹിക്കുന്നവന് എൻ്റെ ശിഷ്യനാത്മാ സാധ്യമല്ല. ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഗണ്ഡം ഗണ്ഡമായിട്ട് മുറിച്ച് യാഗപീഠത്തിൽ വയ്ക്കേണ്ടതാണ്. അതിനൊക്കെ കർത്താവ് ഉടനെയല്ല, സാവകാശത്തോട് നിന്റെ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കുന്നവനെ കർത്താവ്. ഒരു കാര്യം ഓർക്കണം, എനിക്ക് പകരമായിട്ട് പാതാളത്തിൽ പോയി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് അത്യുച്ചത്തിൽ അലറി വിളിക്കത്തക്ക വേണം. അലറി വിളിച്ചവനായ കർത്താവാണ് നിന്റെ കൂടെ, നിന്റെ രക്ഷിതാവെന്ന് മനസ്സിലാക്കണം. അവൻ നിന്നെ കൈപിടിയുന്നവനല്ല. നിന്റെ ഏത് ബലഹീനത്തിന് മുമ്പിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി നിന്റെ സോളിലേക്ക് പകർന്നുകൊണ്ട് നിന്നെ ധൈര്യപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. തേർഡ് പോയിന്റ്, ഏറ്റു പറയാം ഭയം. വീട്ടുകാരെന്തു പറയും, സമൂഹം എന്തു പറയും, അല്ലെങ്കിൽ മറ്റുള്ള പ്രവൃത്തി പല പല കാര്യങ്ങളും എനിക്ക് ചെയ്യാതിരിക്കേണ്ടി വരുമല്ലോ, അത് ചെയ്യാതിരുന്ന എങ്ങനെ? പെൺകുഞ്ഞുങ്ങളുണ്ട്, അവർ വിവാഹം കഴിയിട്ട്, അല്ലെങ്കിൽ വിവാഹം കഴിയാത്തവരാണ്, ഞാൻ വിവാഹം കഴിക്കാൻ എവിടെ നിന്ന് എനിക്ക് പാർട്ണറെ കിട്ടും? ഇതെല്ലാം നിന്റെ വിഷയമല്ല. നിനക്ക് യോഗ്യതയിലായിരുന്ന സ്ഥാനത്ത് അനേകരായിരുന്നു നോക്കിയത് കുഴിച്ചിടാൻ എവിടെ ശവക്കുഴി എവിടെ കിട്ടും? ആദ്യം നോക്കുന്നത് നീ ജീവിക്കാൻ നോക്കാദ്യം. ജീവൻ വിശ്വാസികളുടെ ഹൃദയത്തിൽ പോലിരിക്കുന്നതാണ്. ഞാൻ ചത്ത എവിടെ കുഴിച്ചിടും? ചത്ത് കഴിഞ്ഞാൽ നിന്റെ ഡ്യൂട്ടിയാണോ? അല്ല, യേശു ക്രിസ്തു അരമ്പത്തിക്കാരെ യോസഫിനോട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നടത്തിയോ? സഹോദര, ഇന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്, നിന്റെ ആ കല്ലറയുണ്ടല്ലോ, ആരും വെക്കാത്ത കല്ലറ, അതൊന്നും എനിക്ക് തരണമെന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ്, ആരോട് പറയാതൊരു എഗ്രിമെന്റ് നടത്തിയിട്ടാണ് കർത്താവ് പോയത്. ആ കർത്താവ് നിന്റെ രക്ഷിതാവ്. ആരെയും വെക്കാത്ത കല്ലറ അതിമനോഹരമായ രീതിയിൽ യഹൂദന്മാർക്ക് വിശേഷമായ രീതിയിൽ അടക്കം ചെയ്യുന്ന വിധത്തിൽ അടക്കം ചെയ്യാൻ ആരുമില്ലാതിരുന്ന ഗസവനത്തോട്ടം തുടങ്ങി ആരും സഹായിക്കാനില്ലായിരുന്നു. അവനുവേണ്ടി ആര് വന്നു? അരമത്തിക്കാരൻ യോസഫ് വന്നു. ഈ വിശ്വാസം നിന്നെ ഭരിക്കട്ടെ. സ്തോത്രം. അടുത്ത പോയിന്റാണ്, അവൻ യഥാർത്ഥത്തിൽ വിശ്വാസിയായിട്ടില്ല, വീണ്ടും ജനനം പ്രാപിച്ചില്ല. നീ വീണ്ടും ജനനം പ്രാപിച്ചാൽ ആരെ പ്രവൃത്തി നടത്തിയത്? പരിശുദ്ധാത്മാവ്. പിതാവിനെ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് ദൈവമാണ് നിന്റെ പുത്രനിലേക്ക് അടുപ്പിക്കുന്നത്. ഇത്രയും ചെയ്തതിന് വീണ്ടും ജനനം പ്രാപിച്ചുവെങ്കിൽ നിനക്ക് സർവശക്തനോട് എതിർത്ത് നിൽക്കാൻ സാധ്യമല്ല. ആർക്കും എതിർത്തുകൂടാൻ പറ്റാത്ത ശക്തിയും പരാക്രമമുള്ളവനെന്നാണ് യഹോശാഫാത്ത് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. യു ക്യാൻ നോട്ട് റെസിസ്റ്റ്. ഞാൻ ചലഞ്ച് ചെയ്യാണ്. നീ റെസിസ്റ്റ് ചെയ്ത് നോക്കുന്നെങ്കിൽ നീ വീണ്ടും ചെന്ന് പ്രാപിച്ചിട്ടില്ല. നീ ഇന്ന് പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നു. നിന്റെ യാത്ര നിത്യമായ നരകത്തിലേക്കാണ്. റിപ്പന്റ്, റിപ്പന്റ്. ഹല്ലേലൂയ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. Why do we have to undergo water baptism? ഇനി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പെട്ടെന്ന് പറഞ്ഞു പോവുക. എന്തുകൊണ്ട് നമ്മൾ ജലസ്നാനത്തിന് വിധേയരാകണം? The first condition
ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. ഗ്രേറ്റസ്റ്റ് കമ്മീഷനിങ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കും. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ് ഓഫ് ലോർഡ്, കമ്മീഷനിങ് ഓഫ് ദ ലോർഡ് ടു ദ ഡിസൈപ്പിൾസ്. ആദ്യം അനുസരിക്കണം. നീ വീണ്ടും ജനം പ്രാപിച്ചാൽ ആദ്യം അനുസരിക്കേണ്ട കൽപ്പനയാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ വീണ്ടും ജനം പ്രാപിക്കുന്ന സമയത്ത് ലോകത്തിൽ സ്നാനപ്പെടാൻ എനിക്കറിയില്ല, ലോകത്തിൽ പെന്തിക്കോസ്തുകാരുള്ളത് എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഒരു ദേവദാസനെ പരിചയപ്പെട്ടത് 2-ാമത്തെ ആഴ്ച നിർബന്ധിച്ച് പറഞ്ഞ എനിക്ക് സ്നാനപ്പെട്ടു. എനിക്കറിയാം സ്നാനം എന്താണെന്ന്. സ്നാനപ്പെട്ട ശേഷമുള്ള കാര്യം എനിക്ക് എന്തെന്നറിയാം. നിർബന്ധിച്ച് ഞാൻ സ്നാനപ്പെടുകയായിരുന്നു. ദ ഡേ ഓൾമോസ്റ്റ് രാവിലെ 10 മണിക്കാണ് സ്നാനം കഴിഞ്ഞത്. സെയിം ഡേയില് ഞാൻ ക്യാമ്പുകളിൽ സുവിശേഷം അറിയിക്കാൻ പോയി. കർത്താവിൻ്റെ കൃപയാൽ. എനിക്ക് ABCD അറിയില്ലായിരുന്നു, പക്ഷെ എനിക്കറിയാം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെന്ന്. അന്ന് വരെ എനിക്ക് അതറിയില്ലായിരുന്നു. അത്ര മൂഢനായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ സോളില് ആ റിസർച്ച് പവറിൽ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുമായിരുന്നു. ഐ കനോട്ട് റെസിസ്റ്റ്. എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ അനുഭവിച്ചാൽ പറയുന്നത്, ഇഫ് യു ആർ എ ബോൺ അഗെയിൻ, നീ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ യു കനോട്ട് റെസിസ്റ്റ്. ആർക്കും എതിർത്തുകൂടാൻ പറ്റാത്ത ശക്തിയും പരാക്രമം നിനക്കുണ്ടെന്നാണ് ജോഷാഫത്ത് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ക്രിസ്തുവിനെയാണ് നീ സ്വീകരിച്ചിരുന്നെങ്കിൽ നിന്റെ ഹ്യൂമൻ പവർ കൊണ്ട് റെസിസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. അത്ര സ്ട്രോങ് ആയിരിക്കുന്ന ഇൻഫ്ലുവൻസ് തരും. പക്ഷേ നിന്റെ ഫ്രീ വിൽ വേണമെങ്കിൽ ചെയ്യാം. യു ക്യാൻ ഓപ്റ്റ് ദ എറ്റേണൽ ഡെത്ത് ഓർ എറ്റേണൽ ലൈഫ്, ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. സ്തോത്രം. രണ്ടാമത്തെ പോയിന്റ്, ജലസ്നാനത്തിന്റെ പ്രാധാന്യം എന്ത്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ വാട്ടർ ബാപ്റ്റിസം? അതായത് സ്തോത്രം, പരിവർത്തനത്തിന് വാട്ടർ ബാപ്റ്റിസം ഈസ് ഔട്ട്വേർഡ് ആൻഡ് വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഇൻവേർഡ് ന്യൂ ബർത്ത് ദാറ്റ് ഹാപ്പൻ അറ്റ് ദ ടൈം ഓഫ് കൺവേർഷൻ. നീ കൺവേർട്ട് ആവുന്ന സമയത്ത് നിന്റെ അകത്ത് നടന്നതായിട്ടുള്ള ചേഞ്ചസിനെ, പരിവർത്തനത്തിന് നിനക്ക് തന്നെ നല്ലവണ്ണം അറിയാം. നിന്റെ പാപ സ്വഭാവം വിട്ടുപോകും. നിനക്ക് ആഗ്രഹമേ ഉണ്ടായിരിക്കില്ല. നിന്റെ സംസാരത്തിന് മാറ്റം വരും. നിന്റെ ശരീരത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും. നീ രോഗിയായിരുന്നെങ്കിൽ നിന്റെ രോഗത്തിന് മാറ്റം വരും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. നിന്റെ പേഴ്സണാലിറ്റി തന്നെ നിനക്ക് ചേഞ്ച് ആയിട്ട് തോന്നും. നീ ടോട്ടൽ ആൾ മാറിയത് നിനക്ക് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആരും പറയണ്ട, നിന്റെ ഉള്ളിൽ തന്നെ. പക്ഷേ നീ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെയാണോ സ്വീകരിക്കുന്നത്? അല്ലെങ്കിൽ ഈ ലോകത്തില് 5 അപ്പം കൊണ്ട് 5000 പേരെ പറ്റിയ പ്രസംഗങ്ങളുണ്ട്. കടലുമേ നടന്ന ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളുണ്ട്. ശദ്രക് മേധക അബോധന്റെ അടുത്ത് വന്ന പ്രസംഗങ്ങൾ. ഇതെല്ലാം നിങ്ങളുടെ ഇമോഷനെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ വെച്ചിട്ട് നിങ്ങളുടെ ഇമോഷനെ ഇളക്കി ഇവിടെ കൊണ്ടുവന്ന് ദുഷ്ടാത്മാവിനെ ഏൽപ്പിക്കുന്ന മറ്റൊരു യേശുവിന്റെ സുവിശേഷമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിനക്ക് പകരമായിട്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിന്നിൽ സംഭവിച്ചായിട്ടുള്ള വീണ്ടും ജനം പ്രാപിക്കുന്ന സമയത്ത്, ഇഫ് യു ഫീൽ ദാറ്റ് സംതിങ് ചേഞ്ച്ഡ് മൈ ലൈഫ്, എന്റെ സിൻഫുൾ നാച്ചർ എനിക്ക് ഇഷ്ടമല്ല ഇപ്പോൾ, something happened, then it is your duty to obey the first commandment, that is the water baptism. Hallelujah. The next point, stotra. What is the mode of water baptism? What is the mode of water baptism? തെളിച്ച് സ്നാനപ്പെടുത്തണോ? ശിശു സാധ്യത നിങ്ങൾ ഓർത്തഡോക്സിന് സ്നാനം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ തല കിഴിച്ച് മുക്കുന്നുണ്ട്, കാല് മുക്കുന്നുണ്ട്. 3 പ്രാവശ്യം. ഒന്ന് പിതാവിന്റെ നാമത്തിൽ, പിന്നെ പുത്രന്റെ നാമത്തിൽ, പിന്നെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തലയും കാലും മറച്ചും പിടിച്ച് മുക്ക് നോക്കിയുണ്ട്. സോ ഫൂളിഷ്നസ്. നീ ഇന്ന് ഒരു മൈറ്റി പവറുള്ള ഇന്റലക്റ്റിന്റെ ഉടമയാണ്. സ്പേസിൽ വരെ പോകാൻ മനുഷ്യൻ ബുദ്ധി കൊണ്ട് പലതും കണ്ടുപിടിച്ചു. നിനക്ക് ബുദ്ധി കൊണ്ട് ദൈവവചനത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. ജസ്റ്റ് ബോർഡാണ്. കർത്താവെ, നിന്റെ ആത്മാവിനെ അനുഗ്രഹിപ്പിച്ചു തരണമേ എന്ന് നീ താഴ്മയോടെ അപേക്ഷിക്കുകയാണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. സോ എന്താണ് ഇതിന്റെ മോഡ്? In the New Testament, the word baptism is often indicated by 2 Greek words, that is bapto and baptize. According to one dictionary of Old and New Testament terms, bapto means to dip and was used by the Greeks to signify the dyeing of garment. നമ്മൾ തുണിയുടെ കളർ മാറ്റാനായിട്ട്
ഈ വെള്ളം തെളിച്ചാൽ പോലെ കളർ വെള്ളം കുറച്ച് തെളിച്ചാൽ എന്തുണ്ടാവും? നല്ല വെള്ള തുണി എനിക്ക് ഗ്രീൻ കളറാക്കണം. നമ്മൾ ഡൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാനൊരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ഈ തുണി പിടിച്ചിട്ട് ഇങ്ങനെ തെളിച്ചാൽ എന്തുണ്ടാവും? ഇതുപോലെയാണ് ശിശു സ്നാനം എന്ന് മനസ്സിലാക്കിക്കോ. അതിന് മുക്കിയെടുക്കും. ആ കളർ വെള്ളത്തിൽ മുക്കി കുറച്ച് നേരം വെച്ചിട്ട് എല്ലായിടും നല്ലവണ്ണം. ഈ മീനിങ്ങിലാണ് ബാപ്റ്റോ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ടു ഡീപ്. The other word baptizo means to baptize, that is to dip completely, to drown, and it occurs several times in New Testament. The word baptism requires or signifies immersion, submerge. Submerge എന്ന് കേട്ടിട്ടുണ്ടല്ലോ. കപ്പല് വെള്ളത്തിന് മീതെ കൂടെ പോകുന്നുണ്ട്, വെള്ളത്തിന് അടി കൂടെ പോകുന്നുണ്ട്. വെള്ളത്തിൽ കൂടെ അടി പോകുന്ന മുങ്ങിക്കപ്പല്, അതിന്റെ മൂക്ക് പുറത്തിട്ടാണ് പോകുന്നത്. ഫുള്ളി കുഴിച്ചിടുന്ന ഒരാളെ കൈയും കാലും പുറത്തിട്ടാണ് കുഴിച്ചിടുന്നത്. ഫുള്ളി സബ്മർജ്, ഡ്രോൺ, പ്ലഞ്ച്. അപ്പോൾ മോഡ് ഓഫ് ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു ശവത്തെ എങ്ങനെ കുഴിച്ചിടുന്നുവോ അതിന് പകരമായി വെള്ളത്തിൽ കുഴിച്ചിടുന്നത് പോലെ പൂർണ്ണമായും വെള്ളത്തിൽ മുക്കി, അതും കിടത്തിയോ അല്ലെങ്കിൽ ഇരുത്തിയോ. സ്തോത്രം. അടുത്ത കാര്യം, according to the above few verses, അതായത് മത്തായി സുവിശേഷം 3:16, 3:6, യോഹന്നാൻ സുവിശേഷം 3:23, അപ്പോസ്തല പ്രവൃത്തി 8:38, ഷണ്ണനെ സ്ഥാനപ്പെടുത്തിയ കാര്യങ്ങളൊക്കെയും according to the above few verses, one is completed and acknowledged that immersion was the practice of New Testament believers. ദൈവവചനത്തിൽ എവിടെയും വായിച്ചു നോക്കിയാൽ ബാപ്റ്റിസം വെള്ളത്തിൽ മുക്കിയുള്ള സ്നാനമായിരുന്നു. യേശുക്രിസ്തു കാണിച്ച മാതൃക അവിടുന്ന് അപ്പോസ്തലന്മാർ ഫസ്റ്റ് 2-ാം അധ്യായത്തിൽ കാണിച്ചിരിക്കുന്നത്, കൊർന്നേലിയോസിന്റെ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്, ഷണ്ണനെ സ്ഥാനപ്പെടുത്തിയ കാര്യം, എഫേസിൽ നടന്ന സ്നാനങ്ങൾ, ഇത് ഓരോന്നെടുത്ത് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നത് വെള്ളത്തിൽ മുക്കിയുള്ള സ്നാനമായിരുന്നു. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ഓഫ് വാട്ടർ ബാപ്റ്റിസം ടു സാൽവേഷൻ? ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. രക്ഷിക്കപ്പെടുവാൻ സ്നാനം ആവശ്യമാണ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നിന്നെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് എന്താണ്? അശുദ്ധൻ എന്ന് എണ്ണി ഏദൻ തോട്ടത്തിൽ പുറത്താക്കാനുള്ള കാരണമായിരുന്നു എന്തായിരുന്നു? ദൈവത്തിന്റെ സ്വരൂപത്തിന് സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനുസരിക്കുക എന്ന നിബന്ധനയിലായിരുന്നു മനുഷ്യനുമായിട്ടുള്ള ദൈവത്തിന് ആദ്യത്തെ ഉടമ്പടി. അനുസരണക്കേട് കാണിച്ചപ്പോൾ വിശുദ്ധനായ അവനെ അശുദ്ധൻ എന്ന് എണ്ണി ഏദൻ തോട്ടത്തിൽ പുറത്താക്കി. അവരെ വീണ്ടും വിശദീകരിക്കുന്നതിന് ഒരേ ഒരു മാർഗമുള്ളൂ, അനുസരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അങ്ങനെ നിനക്ക് സ്വയമായിട്ട് അനുസരിക്കാൻ പറ്റുന്നില്ലെന്ന് നിന്റെ സോളി മനസ്സിലാക്കിയിട്ടാണ് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ നിന്റെ പ്രാണന്റെ ഹസ്ബൻഡായിട്ട് സ്വീകരിക്കുന്നത്. അവനുമായിട്ട് നീ അനുസരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. നീ അവനുമായിട്ട് ഡിസോബീഡിയൻസ് കാണിച്ചാൽ, അനുസരിച്ചാൽ ഉടനെ നീ വീണ്ടും പ്രാപിക്കുക. ഹൃദയത്തിൽ അവനെ കൈക്കൊണ്ട് നീ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ വാഴുവാൻ, എന്നേക്കും വാഴുവാൻ, അതായത് നിന്നെ വസിച്ചുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും നിന്നിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരവും നടത്തിയെടുക്കുവാൻ നിന്റെ സോളിനെ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നീ വീണ്ടും ജീവിക്കും. പിന്നീട് നീ ഒരു ഡിസോബീഡിയൻസ് കാണിച്ച നേരെ നീ പാപത്തിനടിമയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും, വാട്ടർ ബാപ്റ്റിസം ഞാൻ ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? നീ വീണ്ടും ജനം പ്രാപിക്കാൻ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മതി. പക്ഷേ അടുത്ത കൽപ്പനയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക എന്നുള്ളത്. നീ അതിനോട് ഡിസോബീഡിയൻസ് കാണിച്ചാൽ നിന്റെ സാൽവേഷൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ മാർക്കോസ് എഴുതിയ സുവിശേഷം 16:16 വാക്യത്തിൽ പറയുന്നത് എന്താണ്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാഞ്ഞാൽ ശിക്ഷാവിധിയിലാകപ്പെടും. സ്തോത്രം. ഇത്രവരെ കാര്യങ്ങൾ ഇന്ന് നമുക്ക് സമയം തീർന്നുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. സ്തോത്രം. ഇനി നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാനുണ്ട്. ദൈവകൃപയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇത്രത്തോളം കാര്യങ്ങളെ കർത്താവേ നിങ്ങളെ ഗ്രഹിപ്പാൻ നിനക്ക് കൃപ തോന്നിയല്ലോ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും, തുടർന്ന് യൂട്യൂബിൽ കൊടുക്കുന്ന കേൾക്കുന്ന ഓരോ ജനത്തെയും നിന്റെ നാമത്തിൽ വിശദീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് പ്രസാദമുള്ള ജനത്തെ കർത്താവേ ഈ തിരുവഴുത്തുകളെ കേൾപ്പിച്ചുകൊണ്ട്
നിന്നിലേക്ക് ആകർഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ ഞങ്ങൾ മഹത്വം കരയറ്റിയാണ് പ്രാർത്ഥന കേട്ടതിനായി